CPM ഈ സമീപ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യാക്രമണം നടത്തുക എന്നുള്ളതാണ്. സോണിയാഗാന്ധിയെ വലിച്ചിഴക്കുന്നു. ഇന്നിപ്പോൾ അതിലും അപ്പുറത്ത് സുനിൽ കനഗോലുവിൻ്റെ പ്ലാനാണ് ഇത്. കോൺഗ്രസിൻ്റെ ഫണ്ട് കുറവിനെ ഏതെങ്കിലും തരത്തിൽ ശരിയാക്കാൻ അല്ലെങ്കിൽ അത് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുകയാണ് എന്ന് വരെ കടത്തി പറഞ്ഞു. ആ കടത്തിപ്പറച്ചിൽ നമുക്ക് മനസ്സിലാവും രാഷ്ട്രീയമാണ്. അതിനപ്പുറത്ത് ഈ കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കാണ് ബന്ധം എന്ന CPMന്റെ പ്രത്യാക്രമണം നല്ലതുപോലെ ഫലിക്കാൻ സാധ്യതയുണ്ടോ എന്ന് തോന്നുന്നു? നമ്മുടെ കൺമുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്ന ആളുകളെയും അവരെ രണ്ട് കൂട്ടരെയും ബന്ധിപ്പിച്ചുകൊണ്ടല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. സാങ്കല്പികമായ കാര്യങ്ങളെ ഉണ്ടായിരിക്കാം, തെളിവുണ്ടായിരിക്കാം. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. പക്ഷേ അവരാരും പ്രതിസ്ഥാനത്ത്, അഭിലാഷ് മുമ്പേ ചൂണ്ടിക്കാണിച്ചവരാരും പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ളോ ജയിലിലായിട്ടോ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ വരട്ടെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരുടെ വശവും പരിശോധിക്കാം, ആ വശവും പരിശോധിക്കാം. അതിനകത്തിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കക്ഷി രാഷ്ട്രീയം വെച്ച് ഇത്തരം കാര്യങ്ങളെ സംസാരിക്കാൻ പറ്റുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഡോക്ടർ ഗോപനും മനസ്സിലായിട്ടുണ്ടാകും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ അഭിലാഷ് മുമ്പേ പറഞ്ഞൊരു പ്രയോഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്, ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ആ പുസ്തകത്തിൻ്റെ പരിഭാഷ, മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി. അത് നാളെ ഏതാണ്ട് അതിൻ്റെ ഒരു സെമി ഫൈനലോ രൂപത്തിലേക്ക് കാര്യങ്ങൾ വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദിണ്ടികളിൽ നിന്ന് മണിയെ കൊണ്ടുവരുന്നുണ്ട്. ദിണ്ടികളിൽ നിന്ന് നാളെ മണി അവിടെ എത്തുന്നുണ്ട്. ആദ്യങ്ങളൊക്കെ ഒരുപാടൊക്കെ കഴിവുകളൊക്കെ പറഞ്ഞൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നമ്മൾ കണ്ടല്ലോ, ചാനലുകളൊക്കെ കണ്ടതാണ്. എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നൊക്കെ ആദ്യം ചില മൊഴിയൊക്കെ പറഞ്ഞെങ്കിലും കൃത്യമായിട്ട് അത് വരുന്നുണ്ട്. 30-ാം തീയതി ഹാജരാകാൻ പറഞ്ഞു എന്ന് 2-ാം ദിവസങ്ങളെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് വിരുദനഗറിൽ നിന്ന് ബാലമുരുകൻ വരുന്നുണ്ട്. പിന്നെ അതിന് താഴെ രാജപാളയത്തുനിന്ന് അയ്യപ്പനും വരുന്നുണ്ട്. നോക്കി അവരുടെയൊക്കെ പേരുകളൊക്കെ നോക്കി, ദൈവങ്ങളുടെ പേരുകളാണെല്ലാം. പരിപാടി മറ്റേതൊക്കെയാണ്, ഈ മാതിരി തട്ടിപ്പും തരികടയുമാണ് പരിപാടി. അപ്പോൾ നാളെ ഈ പറഞ്ഞ ഇവരെ രണ്ടുപേരെയും, ഭണ്ഡാരിയെയും അതേപോലെ തന്നെ ഗോവർദ്ധനെയും ഹാജരാക്കുന്നുണ്ട്. അവിടെ വ്യവസായിയും വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്നാണ് ഇരിക്കുന്നത്. വ്യവസായിയും പോറ്റിയും വരുന്നുണ്ട് അവിടെ. അപ്പോൾ വ്യവസായി കഴിഞ്ഞ ദിവസം മുമ്പേ പറഞ്ഞതുപോലെയുള്ള ആ ഒരു മൊഴിപ്പകർപ്പ് ഇന്ന് അനന്തകൃഷ്ണൻ പറയുന്നുണ്ടായിരുന്നു. മൊഴിപ്പകർപ്പ് അദ്ദേഹത്തിൻ്റെ മൊഴി കൂടുതലായിട്ട് പുറത്തു വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ പറയുന്നതിനകത്തിൽ സൂചിപ്പിക്കുന്നത്, വ്യവസായി പറയുന്നത് സ്വർണ്ണപ്പാളികളാണ് അവിടെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതുവരെ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. ഉരുക്കി എന്നുള്ളതായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസിന്റെ നിലപാട്. അങ്ങനെ അല്ല എന്ന് ബോധ്യപ്പെടുമ്പോഴും ഉരുക്കി എന്നതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇത് കുറെ കൂടി വിപുലമായ നിലയിൽ വേറെന്തൊക്കെയോ കൊണ്ടുപോയോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു. പഞ്ചലോഹ വിഗ്രഹങ്ങളോ അതല്ലെങ്കിൽ വാജിവാഹനവും അഷ്ടദിക്പാലകരും അടക്കമുള്ള കാര്യങ്ങൾ സംശയത്തിന് നിഴലിലായിരുന്നു. അപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ എവിടെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് അടുക്കുകയാണോ? തീർച്ചയായിട്ടും നാളെ വ്യവസായി പറയുകയാണ്, ഇതാണ് ഞാൻ പറഞ്ഞ മണി, ഞാൻ പറഞ്ഞ ഡി മണി ഇത് തന്നെയാണെന്ന് അയാളുടെ മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ തെളിയല്ലേ? മുഖത്ത് നോക്കി SITയുടെ മുമ്പിൽ വെച്ച് പറയുകയാണെങ്കിൽ കേസ് തെളിയുകയാണ് അവിടെ വെച്ച്. അല്ലെങ്കിൽ നാളെ അറസ്റ്റ് ചെയ്യപ്പെടും. തീർച്ചയായിട്ടും ഡി മണി അറസ്റ്റ് ചെയ്യപ്പെടും. പിന്നെ അയാൾ മിടുക്കനാണ്. അയാൾ നമ്മളീ പറയുന്ന പോലൊന്നും അല്ല. അയാൾ ഒരു പക്ഷെങ്കിൽ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൽ ഉള്ള ഹാജരാകുന്ന വക്കീലുമാരെയൊക്കെ ആയിട്ടായിരിക്കും നാളെ വരുന്നത്. അങ്ങനെ മണ്ഡലമൊന്നും ആയിരിക്കത്തില്ലല്ലോ അയാൾ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിനകത്തിൽ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നു, രമേശ് ചെന്നിത്തല നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നല്ലോ. 2019 N. വാസു ദേവസ്വം പ്രസിഡൻ്റായിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളും മറ്റും മറിച്ച് വിൽക്കുക, എടുത്തുകൊണ്ട് പോവുക, എടുത്ത് വിൽക്കുക. മറിച്ച് വിൽക്കുക എന്ന് പറഞ്ഞാൽ വിൽക്കാൻ അവിടെ സ്ഥലപരിമിതി മൂലം വിൽക്കാനായിട്ടൊരു തീരുമാനം ഉണ്ടായിരുന്നു എന്നാണ് രമേശ് അന്ന് പറഞ്ഞ വാചകത്തെ നമ്മൾ ഇന്നത്തെ ഈ പറയുന്ന വ്യവസായയുടെ മൊഴിയുമായിട്ട് കൂട്ടിച്ചേർക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തിനായിരുന്നു അങ്ങനെ ഒരു ശ്രമം അവിടെ നടന്നിരുന്നത്? അത് ഒരുപാട് സ്ട്രോങ് റൂമുണ്ട്. ശബരിമലയിലെ സൂക്ഷിച്ചിരിക്കുന്ന ആറന്മുള അടക്കം ഒരുപാട് 10, 15, 20 സ്ട്രോങ് റൂമുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടുന്നൊക്കെ ഈ 2019 കോവിഡിൻ്റെ സമയം, അതായത് ആളും ഭക്തന്മാരോ ഉദ്യോഗസ്ഥന്മാരുടെ ഒന്നും ശ്രദ്ധയില്ലായിരുന്ന കാലത്ത് ഒരുപക്ഷെ പോലീസ് സഹായത്തോടുകൂടി മാത്രം സഞ്ചരിക്കാവുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഈ സമയത്ത് ഇവരെവിടുന്നൊക്കെ എന്തൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അതാണ് ഈ ചാക്കുകെട്ടെന്നൊക്കെ പറയുന്നുള്ളൂ. ചാക്കുകെട്ടിനകത്തിലും തുണിക്കെട്ടിനകത്തൊക്കെ പൊതിഞ്ഞിട്ടാണ് ആ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് കാണിച്ചെന്നാണ്. അങ്ങനെയാണല്ലോ വ്യവസായയുടെ മൊഴിയായിട്ടെന്ന് മാത്രമേ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ വാരിക്കൊണ്ട് പോയിട്ടുണ്ടോ? ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒന്നും കൃത്യതയില്ല. കാരണം ഇതിനകത്ത് ഒരുപാട് കളവുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഗോവർദ്ധൻ എന്താണ് പറഞ്ഞത്? ഗോവർദ്ധൻ പറഞ്ഞത് ആരോ കൊണ്ട് കൊടുത്തൊരു മാല 2 വർഷം മാളികപ്പുറത്തമ്മയുടെ കഴുത്തേ കിടന്നെന്നാണ്. 2 വർഷം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ തെളിവ് തന്നെ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് മിസ്മാനേജ്മെൻറ്റ് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അതിന് കണക്കില്ല. ദേവസ്വത്തെ സംബന്ധിച്ചുള്ള കണക്കുകൾ വലിയ പ്രശ്നമാണ്.